നമസ്കാരം. നമ്മളുടെ നാട്ടില് സൈബർ ക്രൈമുകൾക്ക് യാതൊരു പഞ്ഞവുമില്ല. ഒപ്പം തന്നെ സൈബർ ക്രൈമുകൾ നിർത്തലാക്കാന് തടയാന് ഒരുപാട് നിയമങ്ങൾ നമ്മുടെ രാജ്യത്തിൽ നിലവിലുണ്ട് താനും. പക്ഷേ ഒന്നും അങ്ങോട്ട് പ്രായോഗികമാകുന്നില്ല. അതെന്താണെന്ന് നമ്മളുടെ ഭരണകർത്താക്കന്മാര് ഭരണ സംവിധാനം ഉപയോഗിച്ച് വിലയിരുത്തുകയാണ് ചെയ്യേണ്ടത്. നമ്മളെ പോലുള്ള സാധാരണക്കാരൻ ചെന്ന് കുഴി ചാടിയിട്ട് എന്റെ പോയേ എന്ന് പറഞ്ഞ് വിളിച്ചു പോയിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ ദിവസവും കാണുന്നതാണ് നമ്മുടെ നാട്ടിലെ ഒരുപാട് മഹാമാന്യന്മാര്, വിദ്യാസമ്പന്നര്, മിടുക്കന്മാര്, സാമർത്ഥ്യക്കാര് ഒക്കെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് മോങ്ങുന്നത്. എന്റെ Hello, this is the Telecom Department. Regarding blocking all registered mobile phone numbers under your name after 2 hours. For more information, press 9. Hello, this is the Telecom Department. Regarding blocking all registered mobile phone numbers under your name after 2 hours. For more information, press 9. കാശ് പോയേ എന്റെ പോയേ എന്നും പറഞ്ഞിട്ട് ചെറിയ തുക മുതൽ കോടിക്കണക്കിന് രൂപ വരെ കളഞ്ഞ മാന്യന്മാരുണ്ട് നമ്മളുടെ സമൂഹത്തില്. അപ്പം ആ സമൂഹം അവിടെ നിൽക്കട്ടെ. എനിക്കിന്നൊരു കോള് വരുന്നു. ആ കോള് ഇപ്പൊ അവന്റെ കോള് അഗൈൻ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. 80 913 55 064 അതാണ് അവന്റെ നമ്പര്. ഈ നമ്പറിൽ നിന്നാണ് എനിക്ക് കോള് വന്ന കോള് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അതിനുശേഷം ഞാൻ ഇത് സൈബർ ക്രൈം എന്നോട് പറഞ്ഞത് ശരിക്കും വന്നിട്ട് എന്നത് ടെലികോം ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വിളിക്കുന്നത്. 9 ഉടനെ പ്രസ് ചെയ്യണം, ഇല്ലെങ്കിൽ 2 മണിക്കൂറിനകം എൻ്റെ ഫോൺ നമ്പര് ബ്ലോക്ക് ചെയ്യപ്പെടും എന്നാണ് എനിക്ക് തരുന്ന നിർദ്ദേശം. അത് റെക്കോർഡഡ് വോയിസ് ആണ്. ആ റെക്കോർഡ് വോയിസ് ഒരു സ്ത്രീയുടെ റെക്കോർഡ് വോയിസ് ആണ് ആ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തുടരെ ഇങ്ങനെ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം Hello, this is the Telecom Department. Regarding blocking all registered mobile phone numbers under your name after 2 hours. For more information, press 9. Hello, this is the Telecom Department. Regarding blocking all registered mobile phone numbers under your name after 2 hours. For more information, press 9. അതിനുശേഷം നമ്മൾ സാധാരണക്കാർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ആരെങ്കിലും ഇത്തരം ഇത് കംപ്ലൈന്റ് അവനിപ്പോ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നോക്കാം, ഞാൻ കൊടുത്തു നോക്കാം. വല്ലതും കിട്ടുകയാണെങ്കിൽ ഇതിന്റെ ഈ വീഡിയോയുടെ ശേഷം ഭാഗമായിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം ഇടാം. അപ്പം എനിക്ക് തരുന്ന നിർദ്ദേശം, നിങ്ങളുടെ ഫോൺ 2 മണിക്കൂറിനകം ബ്ലോക്ക് ചെയ്യും, ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്യും. ഞാൻ അന്നേരം മനസ്സിൽ വിചാരിക്കുകയും ചെയ്ത്, പോടാമയില്ലേ, ഒരു സിം ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 2 രോമവാ. ഞാൻ പുതിയ സിം വേറെ എടുത്തുകൂടെ? എടുക്കാമല്ലോ. അപ്പം പിന്നെ നീ അത് വലത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ മാതിരിയുള്ള പൊട്ടന്മാരാണോ എല്ലാരും? ഉടനെ അതങ്ങോട്ട് 9 തൊലിച്ചു തരാനേ എന്ന് ഞാൻ മനസ്സിൽ ചോദിച്ചു. അവനോട് ചോദിച്ചില്ല. അവനോട് പറയാൻ റെക്കോർഡ് ചെയ്ത വോയിസ് നമ്മളെ കേൾപ്പിക്കുമ്പോൾ പറയാൻ ഓപ്ഷൻ ഇല്ല. അപ്പൊ ഞാൻ അങ്ങനെ നമ്മളുടെ നാഷണൽ സൈബർ ക്രൈം സ്റ്റോപ്പറിനെ 1930 അവരുടെ നമ്പര്. അതിന് ഞാനൊന്ന് വിളിച്ചു. வணக்கம் சைபர் கிரைம். ஹலோ, வணக்கம். வணக்கம் சார். நீங்கள் தமிழ் பேசுனா? ஹலோ சார் வணக்கம், தமிழ் தானே சார்? சரி சார், வணக்கம் சார். எனக்கு இப்போ ஒரு கோல் வந்திருக்கு கொஞ்சம் முன்னே. நான் அந்த நம்பர் உங்களுக்கு சொல்லிக் கொடுக்க. என்ன கால் சார்? நான் சொல்லிக் கொடுக்க. அந்த கோலில் அவர் என்ன கேட்க, இது டெலிகாம் டிபார்ட்மெண்ட் கால் பண்ணது. ஆனால் நீங்கள் நேம் ப்ரெஸ் பண்ணது மட்டும்தான் சொல்லுது, அவ்வளோதான்.
நிறைய டைம் நான் ரெக்கார்ட் பண்ணி வச்சிருக்கேன். நிறைய டைம் அதுதான் பேசுது. இந்த டெலிகாம் டிபார்ட்மெண்ட் இந்த ஃபோன் கால் பண்ணது 2 மணிக்கூருக்குள்ள உங்க போனை ப்ளாக் பண்ணிடுமே. அதனால நீங்க 9 ப்ரெஸ் பண்ணு அப்படிதான் சொல்லிட்டு இருக்கேன். ஓகே சார், ஓகே. இது ஃப்ராட் கால் சார். நீங்கள் எதுவும் இது பண்ண வேணாம். அந்த நீங்கள் அந்த நம்பர் இருக்கு இல்லையா, உங்களுக்கு கால் வந்த நம்பரை மென்ஷன் பண்ணி ஒரு கம்ப்ளைண்ட் ஒன்று ரெஜிஸ்டர் பண்ணுங்க. சைபர் கிரைம். சார் நான் அதில் பார்த்துருக்கேன். இந்த நேஷனல் சைபர் கிரைமில் கம்ப்ளைண்ட் பண்ணதுக்கு ட்ரை பண்ணி நிறைய டைமே வேஸ்ட் ஆகி போயிடுச்சு. அது ஒரு வேஸ்ட்டு. அதுக்கும் சீக்கிரம் அந்த ஹிமாலயத்துக்கு மேலே போயிட்டு திரும்பி வராமல். அப்படிங்களா? ஆமாம். நான் அது எனக்கு இதில் ஃபோனில் ட்ரை பண்ணீங்களா? ஆமாம், ஃபோன் தான் ட்ரை பண்ணேன். ஃபோனில் பண்ண முடியாது, சிஸ்டமில் லேப்டாப்பில் பண்ணுங்க சார் ப்ளீஸ். சொல்லுங்கள் சார். சார் நீங்கள் இந்த மாதிரி சொல்லாது எப்படி இதை கிரைம் ப்ளாக் பண்ண முடியுமே, இந்த மாதிரி சைபர் கிரைமு? சார் இது வந்து நீங்கள் கால் பண்ணியிருக்க நம்பர் வந்து ஆன்லைனில் ஏதாவது ஃபினான்ஷியல் ஃப்ராட் நடந்தால் கம்ப்ளைண்ட் ரெஜிஸ்டர் பண்ணுறதுக்காக நம்பர். இது ட்ரைன் நீங்கள் சொல்கிற கம்ப்ளைண்ட் உங்களுக்கு அமௌண்ட் லாஸ் இல்லை அப்படின்னா நீங்கள் அந்த வெப்சைட்டில் தான் கம்ப்ளைண்ட் ரெஜிஸ்டர் பண்ணணும். அப்படி இல்லைன்னா எந்த டிஸ்ட்ரிக்ட் நீங்கள்? நான் வந்து கேரளாவில் இருக்கேன். ஆனால் இப்போ தான் தமிழ்நாட்டில் இருக்கேன். ரிட்டர்ன் பேக் எப்போ கேரளா போவீங்க? இல்லை இங்கே தான் இருப்பீங்களா? சென்னை தமிழ்நாட்டில் தான் இருப்பீங்க? நான் ஆல்மோஸ்ட் தமிழ்நாட்டில் தான் இருக்கேன். எந்த டிஸ்ட்ரிக்டில் இருக்கீங்க? இது தென்காசி. உங்கள் தென்காசி டிஸ்ட்ரிக்ட் எஸ்பி ஆஃபீஸ் போங்க, அங்கே சைபர் கிரைம் போலீஸ் வச்சுருக்காங்க, போய் டேரெக்டாக கம்ப்ளைண்ட் கொடுங்க. താങ്ക് യു സാർ, താങ്ക് യു. അതിൽ വിളിക്കുന്ന സമയത്ത് ഞാൻ കരുതിയത് ആദ്യം കോള് പോയപ്പോഴെനിക്ക് ഹിന്ദിയിലാണ് കേട്ടത്. സമാധാനമായി. ഇത് ഹിന്ദിയിലാണ്, നമുക്ക് പറഞ്ഞ് എങ്ങനെ നിൽക്കാമല്ലോ, എവിടെയെങ്കിലുമൊക്കെ മുട്ടും മൊഴിയൊക്കെ പറഞ്ഞു നിർത്താം. പക്ഷേ കോള് അറ്റൻഡ് ചെയ്യുന്നത് കുറേ സമയം റിങ് പോയതിന് ശേഷം കോൾ അറ്റൻഡ് ചെയ്യുന്നത് തമിഴ്നാട്ടിൻ്റെ സൈബർ ക്രൈം സ്റ്റോപ്പറാണ് ചെയ്യുന്നത്. ഒരു തമിഴൻ പോലീസായിരിക്കും. അദ്ദേഹം എന്നോട് സംസാരിക്കുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു, സാറേ നിങ്ങളൊരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യൂ. ഞാൻ പറഞ്ഞു ഞാൻ മൊബൈലിൽ കൂടെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ നോക്കിയിട്ട് അതിലും വേഗത്തിൽ എനിക്ക് ഹിമാലയത്തിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് തിരിച്ചു വരാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞ്, അല്ല അത് ലാപ്ടോപ്പ് വഴി വേണം കംപ്ലൈൻറ്റ് ചെയ്യാൻ. ലാപ്ടോപ്പ് അല്ലെ കമ്പ്യൂട്ടർ വഴിയാണെങ്കിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മുടെ സർക്കാർ സംവിധാനങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ രാജ്യത്തുള്ള കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് സ്വന്തമായിട്ടുള്ളവരെ മുഴുവനാണോ ഈ സൈബർ ക്രൈം ക്രിമിനൽസ് കൊള്ളയടിക്കുന്നത്? നിങ്ങളെയൊക്കെ ആരാ ഇത് വകുപ്പ് ഭരിക്കാൻ ഏർപ്പാട് ചെയ്തേക്കുന്നത് എന്ന് തൽക്കാലം ഞാൻ ആ ഫോൺ അറ്റൻഡ് ചെയ്ത ആളിനോട് ചോദിച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ട്. പക്ഷെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ കേട്ടു നോക്ക് എന്താ പറഞ്ഞതെന്ന്. അദ്ദേഹത്തിന്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ അവസാനം 2 താങ്ക് യു പറഞ്ഞ് കഴിച്ചിലായി എന്ന് വേണേൽ പറയാം. അപ്പൊ അതാണ് നമ്മുടെ നാട്ടിലെ സൈബർ ക്രൈം സ്റ്റോപ്പിംഗ് സംവിധാനങ്ങൾ. നമ്മുടെ തലയിണക്കീഴെ ഇരുന്ന നല്ലത് എന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ. ഇതിങ്ങനെ തുടരെ വരും. ഞാനെന്തായാലും എന്നെ വിളിച്ചവന്റെ നമ്പരും ഈ സൈബർ ക്രൈമിന്റെ ഇതും നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾ അവനെ ഒന്ന് വിളിച്ച് ശ്രമിക്കുക ആരാണെന്ന്. അവൻ പറയുന്ന മാതിരി പോയി 9ലും 10ലും 10ന്റെ ഞരമ്പയിലും ഒന്നും കയറി പ്രസ് ചെയ്യരുത്. പിന്നെ എന്നെ കുറ്റം പറയരുത്. ചുമ്മാ ട്രൈ ചെയ്യും. നമ്മുടെ ഇതിനിടയ്ക്കും വിദ്യാഭ്യാസം കഴിവുള്ള ചെറുപ്പക്കാർ വേറെ ഉണ്ട്. ആരെങ്കിലുമൊക്കെ നോക്ക് പിന്നെ എവിടെയെങ്കിലും കിട്ടുമെന്ന്. അല്ലാതെ ഈ സർക്കാർ സംവിധാനത്തിൽ കയറ്റി ഒരു കംപ്ലൈന്റ് വെച്ചിട്ട് എന്തായാലും എനിക്ക് മോക്ഷമുണ്ടാകുമെന്ന് പ്രതീക്ഷയില്ലാതെ ഒരു ജയ് ഹിന്ദ് പറഞ്ഞ് ഒഴിയാം ഇല്ലേ? അപ്പൊ ശരി, നമ്മളുടെ സർക്കാർ സംവിധാനങ്ങളെ ജയ് ഹിന്ദ്.